യേശയ്യ 49 അധ്യായം 16 നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നേ? നിനക്ക് മറ്റുള്ളവരെ പോലെ കഴിവുകളില്ല എന്നതാണോ? ഈ ലോകത്തിൽ നിന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളുണ്ടെന്നേ. നിന്നിലെ ദൈവം തന്ന കഴിവുകളെ ഒന്ന് വിലയിരുത്തി നോക്കൂ. ഒരു പ്രശസ്തനായ കഥാകാരൻ ഒരു പുഴയിലൂടെ തൻ്റെ തോണി തുഴഞ്ഞു പോവുകയാണ്. അധികം ഒഴുക്കില്ലാത്ത സ്ഥലത്ത് വികൃതമായ കുറേ പ്രാണികൾ. ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആ പ്രാണികളെ. അതിലൊരു പ്രാണി അദ്ദേഹത്തിൻ്റെ തോണിയിൽ കയറിയിരുന്നു. അദ്ദേഹത്തിന് ആ പ്രാണിയോട് വെറുപ്പ് തോന്നി. ആ വികൃത രൂപത്തിലേക്ക് നോക്കി. കുറച്ചുനേരം അദ്ദേഹം തൻ്റെ പുതിയ കഥയെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നതിനിടയിൽ അദ്ദേഹം ഈ പ്രാണിയെ തന്നെ സൂക്ഷിച്ചു നോക്കി. ഈ പ്രാണി അതിൻ്റെ വികൃതമായ രൂപം പൊട്ടിച്ച് അതിൽ നിന്ന് സ്വർണ്ണ ചിറകുകൾ, രത്നനിറത്തിലുള്ള തലകളും ഉയർന്നു വരികയാണ്. ഇതൊരു തുമ്പിയായി ആകാശത്തേക്ക് ഉയർന്നു പോകുന്നത് കണ്ട് ആ കഥാകാരന് വലിയ സന്തോഷമായി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചില വികൃതമായ ആവരണങ്ങളുണ്ട്. ചില തെറ്റിദ്ധാരണകളാവാം, മുറിപ്പെടുത്തലുകളാകാം, നാം തന്നെ സൃഷ്ടിക്കുന്ന കുഴപ്പങ്ങളാകാം. എന്തുമാകട്ടെ, ഈ ആവരണം പൊട്ടിച്ച് സ്വർണ്ണ ചിറകുകൾ ധരിച്ച് പുറത്തു വരാം. കാരണം എന്ന് നീ ഈശോയുടെ സ്വന്തം കുഞ്ഞാണെന്ന് തിരിച്ചറിയുന്നുവോ, അന്ന് ഈ ലോകത്തെ എല്ലാ പ്രതിബന്ധങ്ങളും മറികടന്ന് വചനത്തിൻ്റെ സ്വർണ്ണ ചിറകു ധരിച്ച് നന്മയും സ്നേഹവുമുള്ള ഒരു മകനും മകളുമായി ഒരു മെഴുകുതിരി വെട്ടമെങ്കിലും ലോകത്തിന് പകരാൻ, നന്മയുടെ ഒരു ലോകം നിനക്ക് ചുറ്റും തീർക്കാൻ എനിക്കും നിനക്കും സാധിക്കട്ടെ.